അങ്ങനെ കാത്തിരുന്നതും വെറുതെ ആയില്ല, പ്രാർത്ഥിച്ചതും വെറുതെ ആയില്ല. എന്റെ കുട്ടാത്തി മഴ പെയ്യുന്നു. ഹലോ, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മഴ വരാൻ പോവുകയാണ്. മഴ പെയ്യോന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെരി ബാഡ്. പകലും ഇരിക്കാൻ പറ്റില്ല, രാത്രിയും കിടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി ചൂട്. നാല് ചുറ്റും റബ്ബർ വിളയും ഒത്തിരി മരങ്ങളുണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അമ്മാതിരി കണ്ടീഷനാണ്. പണ്ടൊക്കെ ഉണ്ടല്ലോ, എത്ര വെയിലായിരുന്നാലും വീട്ടിനകത്തിരിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. കാരണം തറ മറ്റേ നമ്മുടെ റെഡ് ഓക്സൈഡ് തറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടി ഊറ്റുണ്ട്, അടി ഈർപ്പം. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ വീട്ടിനകത്ത് ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് പോലും വീട്ടിനകത്തിരിക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂട്. അതുമാത്രമല്ല, രാവിലെ എണീക്കാനാണ് ഈ വെയിൽ പൂക്കാൻ മട്ടയിൽ വന്നടിച്ചിട്ടാണ് രാവിലെ കണ്ണ് തുറക്കണം. പൊതുവേ ഞാൻ പറയാറില്ല രാത്രി എനിക്ക് ഉറക്കമില്ല എന്ന്. പ്രഗ്നൻസി ആ ഒരു ഇതൊക്കെ എനിക്ക് ഒട്ടും ഉറക്കമില്ല. എപ്പോഴെങ്കിലായിരിക്കും കിടന്ന് ഉറങ്ങണേ, ഏതെങ്കിലും സമയത്ത് അറിയാതെ കിടന്നായിരിക്കും ഉറങ്ങിപ്പോകണം. ഉറങ്ങി രാവിലെ പക്ഷേ കണ്ണ് തുറക്കുന്നത് എൻ്റെ മുഖത്ത് വെയിൽ വന്നടിച്ചിട്ടാണ് കണ്ണ് തുറക്കണം പെട്ടെന്ന്. കാരണം അമ്മാതിരി വെയിലാണ് വന്നടിക്കുന്നത്. നേരത്തെ ഇത്രയും വെയിലൊന്നും വന്നടിക്കില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. പുതിയ ഇലകൾ തീർത്ത് വന്നത് കൊണ്ട് എല്ലാ ഇലയും കൊഴിഞ്ഞ് ഇതാണ്ട് താഴത്തെ വിള ഇറക്കി. ഇവിടെ തൊഴിലുറപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ആ വിള കിടക്കുന്ന അവസ്ഥ ഉണ്ട്. ഇപ്പോൾ നല്ല കറുത്തിരുന്ന് പോകുന്നുണ്ട്. അതുവഴി പോയാൽ എനിക്കറിഞ്ഞൂടാ. ചിലപ്പോഴേ പറ്റിച്ച് കളയും, പറയാൻ പറ്റില്ല. അതുവഴി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യില്ല. ഞാൻ അതിനിടയിൽ ഇവിടെ ഒരാൾ ഗെയിം കളിക്കാൻ പറയവേ. അമ്മയുടെ പണ്ടത്തെ ഫോണാണ് കേട്ടോ. ഇതിൽ ടോക്കിംഗ് ടോമും അങ്ങനെ. അയ്യോ, അവളെ ഫോണൊന്നും അവളെ ഫോട്ടോ അതിൽ വാൾപേപ്പർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അവളെ ഫോണെന്ന് പറയണം. എപ്പോഴും ഇല്ല കേട്ടോ, വല്ലപ്പോഴും. ഇപ്പോൾ സംഭവം നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഫോൺ കയ്യിലെടുത്തപ്പോഴത്തേക്കും നമ്മൾ ഗെയിം കളിച്ചോളാം. ഇങ്ങനെ ചോദിച്ചിട്ടാണ്, ചോദിക്കാതൊന്നും ചെയ്യില്ല, മനസ്സിലായി. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൂടിപ്പോയ ഒരു 20-30 മിനിറ്റ്, അരമണിക്കൂർ ഞാൻ കൊടുക്കും. ആ ഡെയിലുള്ള പരിപാടിയാണ്. അരമണിക്കൂറിന് ഫോൺ കൈ കൊടുക്കും. പിന്നെ അവൾ കൂടുതലും TV, അങ്ങനെ ഇതിൻ്റെ ഇടയിൽ പെയിൻറ്റിങ്, അവളുടേതായിട്ട് ഓരോരോ ക്രാഫ്റ്റ് വർക്ക്, അങ്ങനത്തെ പല പരിപാടികളും എൻ്റെ കുട്ടാക്കി ചെയ്യും. പിന്നെ ഇന്നിപ്പോൾ പെയിൻറ്റിങ് സെക്ഷനൊക്കെ കഴിഞ്ഞു. ഞാൻ TV മറ്റേ ദുരന്തർ സിനിമ ഇന്നാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മൂവിയൊക്കെ കണ്ടു. അവൾ ആ ടൈമിൽ, ഞാൻ മൂവി കാണുന്നതുകൊണ്ട് അവൾ ആ ടൈമിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അമ്മയുടെ ചുമര് ഫുള്ളും കൊളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ടാണ് നമ്മൾ പുറത്ത് മഴ വരുന്നു എന്നുള്ളൊരു സൂചന കിട്ടിയതുകൊണ്ട് പുറത്ത് വന്നിരിക്കുകയാണ്. പെയ്യണതും കണ്ടു. പക്ഷേ പെയ്യുമെന്ന് തോന്നുന്നില്ല, നമുക്ക് നോക്കാം. അതെ, വലിയ കാര്യത്തിൽ മഴ പെയ്യാനും പ്രാർത്ഥിച്ചു, എല്ലാം പ്രാർത്ഥിച്ചു. ഓക്കെ, മഴയുടെ ലക്ഷണമുണ്ട്, എല്ലാം ഓക്കെ, ഓൾ സെറ്റാണ്. പക്ഷേ അബദ്ധം ഓർമ്മിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അബദ്ധം പറ്റുമായിരുന്നു. ടെറസ് മേലെ ഫുള്ളും കരിയിലയാണ്. ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം എല്ലാം ഇവിടെ തന്നെ കിടന്ന്. കാരണം പിന്നെ നമ്മൾ മഴ പെയ്യുമ്പോൾ കയറില്ലല്ലോ, ഫുള്ള് ചളി അടിച്ചും എല്ലാം കൂടെ പിളിങ്ങി ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കും. എന്തോ ഭാഗ്യത്തിന് ഹോൾ വന്നുകൊണ്ട് ഞാൻ ഇവിടെ വേഗം ടെറസിൽ കയറി. ഈ മഴ പെയ്യും ഇനി റോൾ സെറ്റ് ക്ലിയർ ആക്കിയിട്ട് ബൈക്കിൽ കാണാം. കണ്ടോ, അത്യാവശ്യം നല്ല കരിയിലുണ്ട്. ഉള്ള റബ്ബറെല്ലാം 4 ഞാൻ പറഞ്ഞില്ലേ, 4 ചുറ്റും റബ്ബറും പുളിമരവും എല്ലാ മരവും ഉണ്ട്. കാറ്റൊക്കെ വീശിയെല്ലാം ഇങ്ങോട്ടാണ് വന്ന് വീഴണം. എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടോ? ഗുഡ് ഗേൾ ആണ്, ഗുഡ് ഗേൾ. എന്നെ ഹെൽപ്പ് ചെയ്യില്ല. നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരോ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഗുസ്തി കയറാം. എല്ലാം എവിടെ ഇരുന്നുണ്ടോ? വീടിൻ്റെ ബാക്ക് സൈഡിൽ, സെൻസ് സൈഡിൽ പകുതി, ബാക്കിയെല്ലാം അങ്ങ് താഴെ കണ്ടിരുന്നു. അവിടെ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കും. കുഴപ്പമില്ല, നമ്മൾ തൂത്തോളാം. മഴ കൊണ്ടുപോയെന്ന് തോന്നുന്നു. അടുത്ത സെക്ഷൻ്റെ അതായിരുന്നു പെയ്ത്. അപ്പോൾ എവിടെയോ കാര്യമായി പെയ്യുന്നുണ്ടെന്ന് അർത്ഥം. കണ്ടോ, ആ വീടിൻ്റെ മുകളിൽ കണ്ടോ അത്രയും കരിയല. ഇനി ഈ സൈഡ് കൂടെ ഉണ്ട്. ഇവിടെ പക്ഷെ അപ്പുറത്തുണ്ടെങ്കിൽ അത്രയും കൂടിയൊന്നും കിടപ്പില്ല. ഓരോ കാരണം ഇടയ്ക്ക് നമ്മൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് വൃത്തിയാക്കി അങ്ങ് പോകും. പക്ഷെ എന്നാലും അവിടെ ഇല വീണിട്ട് അതിൻ്റെതായിട്ടൊരു മണം ഉണ്ടല്ലോ, അതുണ്ട്. നല്ല വൃത്തി കിട്ടണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ടെറസിന് മേലുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും മഴ വരും മുന്നേ അല്ല, ഒരു സെക്ഷൻ കറുത്ത മേഘം വന്നതങ്ങ് പോയി. അപ്പം വെയിലിൻ്റെ ആ ഒരു വെട്ടം എൻ്റെ മുഖത്ത് അറിയാനുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത സെക്ഷൻ കറുത്ത മേഘം അവിടെ നിന്ന് വരുന്നുണ്ട്. ഏതെങ്കിലും അങ്ങനെ മഴ പെയ്യുന്നു, മഴ പെയ്യാതെ ഇരിക്കില്ല, പെയ്യുമായിരിക്കും എപ്പോഴെങ്കിലും. അപ്പോൾ എന്തായാലും ഞങ്ങൾ തൂത്ത് ക്ലീനാക്കി ഒക്കെ ഇടട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷം. മഴ പെയ്യുന്നതും കാത്തിരുന്ന പണി പാളിപ്പോവും. മഴ പെയ്യുമ്പോൾ മഴയുടെ വീട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ കാത്തിരുന്നതും വെറുതെ ആയില്ല, പ്രാർത്ഥിച്ചതും വെറുതെ ആയില്ല. എൻ്റെ കുട്ടാത്തി മഴ പെയ്യുന്നു, ആ ചൂടങ്ങ് പോട്ടെ. മഴ പെയ്ത് കഴിഞ്ഞ് ഇതിന് ഡബിൾ ചൂടാവുമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹാപ്പി, നിങ്ങൾ ഹാപ്പി ആവുമല്ലോ അല്ലേ? വലിയ മഴയൊന്നും പെയ്യണ്ട, ഒരു മീഡിയം ലെവലിൽ പെയ്തിട്ട് അങ്ങ് പോകട്ടെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ.